കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ശ്രീ വി.ഡി. സതീശൻ കൊണ്ടുവന്ന പുതിയ ബജറ്റിലെ മദ്യ നികുതി പരിഷ്കരണം. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ച് സാധാരണക്കാരായ കർഷകർക്കും ടൂറിസം മേഖലയ്ക്കും ഒരുപോലെ ഉണർവേകാൻ VDS സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ വാളെടുത്തിറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ LDF പ്രതിപക്ഷം. കർണാടക ലോബിയെന്നും സ്പിരിറ്റ് മാഫിയെന്നും VDSനെ മുറവിളി കൂട്ടുന്ന മുൻ എക്സൈസ് മന്ത്രി MP രാജേഷും കൂട്ടരും ഒരു കാര്യം മറന്നുപോകുന്നു. ജനങ്ങളുടെ ഓർമ്മശക്തിയെ അത്രയ്ക്കങ്ങ് കുറച്ചു കാണരുത്. ഇന്ന് VD സതീശൻ സർക്കാരിനെതിരെ ഇരട്ടത്താപ്പും കൊണ്ടിറങ്ങുന്ന LDFന്റെ സ്വന്തം മദ്യചരിത്രം എന്തായിരുന്നു? അതുകൂടി കേരള ജനതയെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നമുക്ക് 10 വർഷം പുറകിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. വർഷം 2016. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മദ്യവർജന നയങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള കുപ്രചാരണങ്ങൾ അഴിച്ചുവിട്ട് LDF അധികാരത്തിലേക്ക് വരാൻ തുനിഞ്ഞിറങ്ങിയ കാലം. അന്ന് നിങ്ങളുടെയൊക്കെ TV സ്ക്രീനുകളിൽ നിരന്തരം വന്നിരുന്ന ഒരു പരസ്യമുണ്ടായിരുന്നു. പ്രിയങ്കരിയായ നടി KPSC ലളിത ചേച്ചി വന്ന് നിഷ്കളങ്കമായി ക്യാമറ നോക്കി പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അന്നവർ പറഞ്ഞു, കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. കൂടാതെ മദ്യപരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക, നിങ്ങളുടെ വോട്ട് LDFന് തന്നെ നൽകുക. എന്നിട്ട് ആ പരസ്യത്തിൻ്റെ അവസാനം ഒരു മാസ് ഡയലോഗും ഉണ്ടായിരുന്നു, LDF വരും, എല്ലാം ശരിയാകും. അതെ, അവർ വന്നു, എല്ലാം ശരിയാക്കി. മദ്യവിമുക്ത കേരളം ഉണ്ടാക്കുമെന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ കയറിയ പിണറായി വിജയനും LDFും പിന്നീട് ചെയ്തത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മദ്യവിരുദ്ധത പ്രസംഗിച്ച് വോട്ട് പിടിച്ചവർ ഭരണം കിട്ടിയ അന്ന് മുതൽ ഇക്കഴിഞ്ഞ 2026 തുടക്കം വരെ കേരളത്തെ ഒരു പരിപൂർണ മദ്യശാലയാക്കി മാറ്റുകയാണ് ചെയ്തത്. ഉമ്മൻചാണ്ടി സർക്കാർ പൂട്ടിവെച്ച ബാറുകളെല്ലാം ഒന്നിനു പുറകെ ഒന്ന് വീതം അവർ തുറന്നുകൊടുത്തു. 3 സ്റ്റാർ 4 സ്റ്റാർ വ്യത്യാസമില്ലാതെ ബാറുകൾക്ക് ലൈസൻസ് വാരി വിതറി. എന്നിട്ടാണ് ഇന്ന് ഈ ശുദ്ധാത്മാക്കൾ VD സതീശൻ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചപ്പോൾ ടൂറിസം തകരുമെന്നോ കർഷകർ നശിക്കുമെന്നോ ഒക്കെ പറഞ്ഞ് നിലവിളിക്കുന്നത്. VDS സർക്കാരിനെ കർണാടക ലോബിയുടെ ആളുകളെന്ന് വിളിക്കുന്ന MP രാജേഷിനോടും CPMനോടും ഒരൊറ്റ ചോദ്യം. നിങ്ങൾ 2022 ഇവിടെ പ്രഖ്യാപിച്ച ആ വിപ്ലവാത്മകമായ മദ്യനയം ഒന്ന് ഓർത്തു നോക്കൂ. അന്ന് നിങ്ങളുടെ LDF സർക്കാർ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തത്? ഒന്നാമതായി, മദ്യം വാങ്ങാൻ ആളുകൾ വെയിലത്തും മഴയത്തും ക്യൂ നിൽക്കുന്നത് കാണുമ്പോൾ പിണറായി വിജയന് വലിയ സങ്കടം. അതുകൊണ്ട് ഇനി ക്യൂ വേണ്ട എന്ന് പറഞ്ഞ് പ്രീമിയം കൗണ്ടറുകൾ കൂട്ടി സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്നത് പോലെ മദ്യം നടന്നുപോയി വാങ്ങാനുള്ള വാക്കിൻ സൗകര്യം ഒരുക്കി തന്നത് ഏത് സർക്കാരാണ്? ഇതേ LDF സർക്കാർ തന്നെയല്ലേ? രണ്ടാമതായി, IT പാർക്കുകളിൽ ജോലി ചെയ്യുന്നവർക്ക് മദ്യം കിട്ടാത്തതാണോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ചോദിച്ച് അവരുടെ ബാറുകൾക്കും പബ്ബുകൾക്കും അനുമതി നൽകാൻ കടുത്ത വ്യവസ്ഥകളോടെ തീരുമാനിച്ചതും ഇതേ LDF തന്നെയല്ലേ? അത്രയും കൊണ്ട് തീർന്നില്ല. കർഷകരെ സഹായിക്കാനാണെന്ന വ്യാജേന ചക്ക, കൈതച്ചക്ക, കശുവണ്ടി മാങ്ങ, വാഴപ്പഴം എന്നിവയിൽ നിന്നെല്ലാം വീര്യം കുറഞ്ഞ മദ്യവും വൈനും ഉണ്ടാക്കാൻ അനുമതി നൽകിയതും 2022 നിങ്ങളുടെ ഇതേ മദ്യനയത്തിലാണ്. അന്ന് നിങ്ങൾ പഴങ്ങളിൽ നിന്ന് മദ്യമുണ്ടാക്കാൻ അനുമതി നൽകിയപ്പോൾ അത് കർഷക സ്നേഹം. ഇന്ന് VD സതീശൻ ആ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ജനങ്ങൾക്ക് താങ്ങാവുന്ന രീതിയിലേക്ക് ശാസ്ത്രീയമായി ക്രമീകരിക്കുമ്പോൾ അത് മദ്യലോബി സ്നേഹം. എന്ത് പ്രഹസനമാണ് പിണറായി വിജയൻ നിങ്ങളുടേത്! കേരളത്തിലെ ജനപ്രിയ ബ്രാൻഡായ ജവാൻ റമ്മിൻ്റെ ഉൽപ്പാദനം കൂട്ടാനും മലബാർ ഡിസ്റ്റിലറിയിൽ പോലും അതിൻ്റെ നിർമ്മാണം തുടങ്ങാനും മുൻകൈയെടുത്ത LDF ആണ് ഇന്ന് ഉമ്മൻചാണ്ടിയുടെയും VD സതീശൻ്റെയും മദ്യനയത്തെ കുറ്റം പറയാൻ വരുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ മാറ്റി ഗ്ലാസ് കുപ്പികളാക്കുമെന്നും പീപ്പിൾസ് ഐ ആപ്പ് വഴി മദ്യപർക്ക് പരാതി നൽകാൻ സൗകര്യമൊരുക്കുമെന്നും പറഞ്ഞ് മദ്യപാനത്തെ ഒരു സാംസ്കാരിക ഉത്സവമാക്കാൻ നോക്കിയത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരായിരുന്നു എന്ന് ഞങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പ്രതിപക്ഷം ഉയർത്തുന്ന ആ കർണാടക ലോബി ആരോപണത്തിൻ്റെ പൊരുൾ എന്താണെന്ന് നോക്കാം. മുൻ എക്സൈസ് മന്ത്രി MP രാജേഷ് ചാനലുകളിൽ വന്നിരുന്ന് ചോദിക്കുകയാണ്, VDSന് ഇതിലൂടെ എന്ത് കിട്ടി, എത്ര കിട്ടി എന്ന്. എന്നാൽ മിസ്റ്റർ രാജേഷ് ഭായ്,
നിങ്ങൾ 2026 മാർച്ച് മാസം, അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ ഭരിച്ചപ്പോൾ ഇവിടുത്തെ വൻകിട വിദേശ മദ്യ കമ്പനികൾക്ക് വേണ്ടി നികുതി ഒരേ സ്ലാബിൽ നിലനിർത്തിയപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് തിരിച്ച് ചോദിച്ചാൽ എന്താണ് പറയുക? അന്ന് UDF ഈ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വലിയ ദേഷ്യമായിരുന്നു. ഇപ്പോൾ VD സതീശൻ സർക്കാർ വളരെ സുതാര്യമായി 0.5% മുതൽ 10% വരെയുള്ള ലൈറ്റ് ആൽക്കഹോളിന് മാത്രം നികുതി പകുതിയാക്കി കുറച്ചപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് പൊള്ളുന്നത്? സ്പിരിറ്റ് കമ്പനികളുടെ കുത്തക തകരുമെന്ന ഭയമല്ലേ നിങ്ങളെ നയിക്കുന്നത്? ഇനി ഇപ്പോഴത്തെ എക്സൈസ് മന്ത്രി ശ്രീ M ലിജുവിനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ നോക്കണ്ട. പുതിയ മദ്യനയം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ബഡ്ജറ്റിന്റെ ഭാഗമായി ധനകാര്യമന്ത്രി എന്ന നിലയിൽ VDS എടുത്ത ഈ തീരുമാനം തികച്ചും പ്രായോഗികമാണ്. അതിൽ വരാൻ പോകുന്ന 600 കോടിയുടെ നികുതി നഷ്ടം KSRTCയിലെ വനിതാ സൗജന്യ യാത്ര പോലെയുള്ള ജനക്ഷേമ പദ്ധതികളെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ നികത്തണമെന്ന് ഈ ഗവൺമെന്റിന് കൃത്യമായ പ്ലാൻ ഉണ്ട്. ഇവിടെയാണ് VD സതീശൻ എന്ന ജനകീയ മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും ആർജവം നമ്മൾ കാണേണ്ടത്. VDS വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വീര്യം കൂടിയ മദ്യം ഒരു വിപത്താണ്, അത് വിഷമാണ്, അതിൻ്റെ ഉപയോഗം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല. അതുകൊണ്ടാണ് വിദേശ നിർമ്മിത വീര്യം കൂടിയ മദ്യത്തിൻ്റെ നികുതി 251% തന്നെ നിലനിർത്തിയത്. എന്നാൽ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും വിദേശ രാജ്യങ്ങളെ പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞ ലൈറ്റ് ആൽക്കഹോൾ സംസ്കാരം വളർത്താനും വേണ്ടി 0.5% മുതൽ 10% വരെയുള്ള വീര്യം കുറഞ്ഞ പാനീയങ്ങളുടെ നികുതിയാണ് അദ്ദേഹം ജനകീയമായി കുറച്ചത്. തീർന്നിട്ടില്ല. കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കമാണെന്ന് പറഞ്ഞ് കൈകൊട്ടിച്ചിരിക്കുന്ന CPM സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. മുതിർന്ന നേതാവ് VM സുധീരൻ ഉന്നയിച്ച ആശങ്കകളെയും കത്തോലിക്ക സഭയുടെയും KCBCയുടെയും വിമർശനങ്ങളെയും UDF സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം തെറ്റുകളോ വീഴ്ചകളോ ഉണ്ടായാൽ അത് ജനാധിപത്യപരമായി ചർച്ച ചെയ്യാനും തിരുത്താനും മടിയില്ലാത്ത ഒരു ടീം UDF ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അല്ലാതെ ജനങ്ങളെ വെല്ലുവിളിച്ച് സ്വന്തം പാർട്ടിയിലെ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ക്യാപ്റ്റൻ പറയുന്നതാണ് അവസാന വാക്കെന്ന് വിശ്വസിക്കുന്ന പഴയ LDF ശൈലിയല്ലിത്. അതുകൊണ്ട് പ്രിയപ്പെട്ട LDF നേതാക്കളെ, 2016 വോട്ട് തന്ന ജനങ്ങളെ പറ്റിച്ച് LDF വരും, എല്ലാം ശരിയാകും എന്ന് പരസ്യം നൽകി അധികാരത്തിൽ വന്ന് കേരളത്തെ മദ്യക്കടലാക്കിയ നിങ്ങളുടെ ചരിത്രം ഇവിടെ എല്ലാവർക്കും അറിയാം. സ്വന്തം പാർട്ടിക്കുള്ളിലെ തിരുത്തൽ ശക്തികളുടെ കത്തുകളെ പോലും മാനിക്കാൻ VDSന് മടിയില്ല. കാരണം ജനങ്ങൾ മാത്രമാണ് UDFന്റെ യജമാനന്മാർ. LDFന്റെ ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? VD സതീശൻ സർക്കാരിൻ്റെ മദ്യനികുതി പരിഷ്കരണത്തെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.